അങ്ങനെ ഞാൻ കുറേ കാലം കൊണ്ടൊരു വീഡിയോ ചെയ്യാതിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരിടത്ത് ഓർമ്മിപ്പിച്ച് നോക്കണം. അങ്ങനെ ഞാൻ പടപടായിരിക്കണല്ലോ. അങ്ങനെ ഞാൻ എന്തോ പറയാൻ വന്നു, അവിടെ മറന്നു പോയല്ലോ. മറന്നു പോയത് കൊണ്ട് അതെന്തോ വന്ന് നല്ല വെയിൽ അധികം ഓർമ്മ വരുന്ന പറഞ്ഞ ഇങ്ങനെ ഞാൻ തേരാപ്പാര വൈകുന്നേരമായതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളവും വെള്ളപ്പൊക്കവുമാണ്. മഴ പെയ്തതുകൊണ്ട് റോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്. പോയപ്പോഴും ഞാൻ അല്ലല്ലോ ഏകദേശം മഴയൊന്നും പെയ്തില്ലല്ലോ. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. രാവിലെയൊക്കെ മൂടിക്കെട്ടിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോൾ വെട്ടിത്തിളങ്ങുന്ന വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ എന്താ എന്തരോ ഒരിത്. ഇത് ആവശ്യമുള്ള സമയത്തൊന്നും വയൽ വരെയുമില്ല. തോട്ടിലൂടെയൊക്കെ വെള്ളവും വെള്ളപ്പൊക്കവുമാണ്. എൻ്റെ ഇരപ്പ് ഇവിടെ വന്നാൽ അവരെ കേൾക്കാം. സൂര്യൻ ഏകദേശം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. സമയം 4:45 സമയത്ത് ഞാനങ്ങനെ പാലമൂട്ടി തേരയുടെ മുകൾ വാരത്താണ് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. വിജനമായ കാടെന്ന് വെച്ചാൽ വിജനമായ കാട്. പക്ഷെ ഒന്നും പറയാനില്ലാത്ത ഇന്റർനെറ്റൊക്കെ കിടക്കുന്നത്. ഒന്നും പറയാനില്ലാത്ത കാലാവസ്ഥയാണ്. റേഞ്ച് വന്നു, ഒരു മെസ്സേജ് വരെ വന്നു. ആ കൂട്ടത്തിൽ ഐഡിയയിൽ നിന്ന് എന്തോ മാങ്ങയെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്. 4:45 5:45 നേരെ ഇരുന്നതിന് മുമ്പ് നേരെ ഇരുന്നതിന് മുമ്പ് നമ്മൾ ഉള്ള ഉണക്കയും വെച്ച് പെരയിലെത്തണം. അയ്യോ കാല് പൊടിഞ്ഞേനെ. അതിനാണ് നമ്മളിങ്ങനെ തേരാപ്പാര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല കാറ്റടി എന്ന് പറയും കേട്ടാ. വണ്ടി വരും പോലെ. വണ്ടിയല്ല, തോട്ടിൽ വെള്ളവും വെള്ളപ്പൊക്കവും. എന്തോ ഒരു പ്രത്യേകതരം മണവോ നാറ്റോ. അയ്യോ ചക്കയും ചക്കകളും. അയ്യോ അരി അത് കൊള്ളൂല. കുറേ കാലമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. അതുകൊണ്ട് വീഡിയോ എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് കണ്ടിട്ട് തന്നു ആരും കാണാനും പോകുന്നില്ല. കണ്ടാലും കാണുന്നവർക്കൊരു മാങ്ങയും കിട്ടാനൊന്നും പോകില്ല എന്ന് ഞങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എൻ്റെ കൈ മൊത്തം അരക്കാണെന്ന് കൊണ്ട് എന്നാ തലയാണ്. നമ്മളങ്ങനെ 2 മിനിറ്റ് അവിടെ ഒരു വിള സോളാർ എർത്ത് ഫെൻസിങ് എക്സെട്ര. പക്ഷെ കേട്ടോ വായക്കുണ്ട്, എടുപ്പ് പോരാ. ഒരുമാതിരി നരച്ച് കുരച്ചിരിക്കുന്ന വായകളാണ്. എന്താ വീണ്ടും മെസ്സേജ്. ഇത്രയും നേരം എർത്തുണ്ടോ എന്തോ. ഇത്രയും നേരം റേഞ്ചില്ലാത്തടത്ത് പോയി കിടന്നുകൊണ്ട് റേഞ്ചിലാണ് വന്നുകൊണ്ട് തുരുതുരാ മെസ്സേജുകൾ. ഈ വെയിൽ കഴിഞ്ഞാൽ കാട്ടുകൾക്കിടയിലൂടെ പരിശുദ്ധവും പരിപാവനവുമായ വെള്ളം എന്നാണ് തോന്നുന്നത്. മണൽ പരപ്പുകൾ. അതേ സുഹൃത്തുക്കളെ, കാലിൽ മണ്ണെല്ലാം കൂടി കാലിൽ ഒരു ഗ്രിപ്പ് കിട്ടണില്ല ഏർപ്പെട്ടിട്ട്. കട ആ ഭാഗത്തുനിന്ന് മൊത്തം ഇരുട്ട്. ഒരു ഭാഗത്ത് വെയിലും ഓപ്പോസിറ്റ് ഭാഗത്ത് ഇരുട്ട്. മഴ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നലുകളാണല്ലോ അല്ലേ.
ഇതൊരു വണ്ടി ഒന്ന് കാണിക്കുന്നു. ഇങ്ങോട്ടാണ് തോന്നുന്നല്ലോ അവർ വരുന്നത്. അല്ലാതെ അക്കരെ എവിടെയാ? ആ തോട്ടിൽ ഈ വെള്ളച്ചെലമ്പിൽ ഈ ചെളിയിൽ ഇടയിലൊരു കുളമുണ്ട്. ഈ കുളത്തിലാണ് ഞാൻ രാവിലെ വന്നത് നിർമ്മാദിച്ചത്. ഒന്ന് രാവിലെ വെള്ളം കുടിച്ചത്. ഈ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി വെട്ടിയ കുളമാണ് ആ കുളം. ഇപ്പം അത് ആകപ്പാടെ കുളമായി.